അപ്പോൾ ഇന്റർനാഷണൽ നഴ്സസിന് വമ്പൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് വീണ്ടും അയർലൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ IITR ത്രൂ ആണ് ഈ ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് കൊച്ചിയിലും ദുബായിലും വെച്ച് നടത്തുന്നത്. മാർച്ചിലാണ് ഇന്റർവ്യൂസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. വാക്കൻസീസ് വന്നിരിക്കുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് കോമൺലി നഴ്സസ് വർക്ക് ചെയ്യുന്ന ഏരിയാസ് തന്നെയാണ്. അത് തന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്, ICU വരുന്നുണ്ട്, കാർഡിയോളജി വരുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ വരുന്നുണ്ട്, അതുപോലെ ഓങ്കോളജി വരുന്നുണ്ട്. ഈ 5 അടിപൊളി സ്പെഷ്യാലിറ്റീസിലേക്കാണ് ഇപ്പോൾ വാക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇനി ഞാൻ പറയുന്ന എലിജിബിൾ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ഇമെയിൽ ID നിങ്ങളുടെ അപ്ഡേറ്റഡ് CV, OETയുടെ IELTSന്റെ സ്കോർ ഷീറ്റ്സ്, NMBയുടെ ഡിസിഷൻ ലെറ്ററിന്റെ കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ഒരു കവറിംഗ് ലെറ്ററായിട്ട് ഇപ്പം തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് അയക്കുക. ബിക്കോസ് അവർക്ക് ഇനഫ് ആപ്ലിക്കേഷൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും വേഗം അഡ്വർടൈസ്മെന്റ് ക്ലോസ് ചെയ്യും. കാര്യം നിങ്ങൾക്കറിയാം ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് ആണ്. അപ്പോൾ അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഓൾറെഡി നമ്മളെടുത്ത് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഓൾറെഡി ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു മാർച്ചിലേക്ക്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഷോർട്ട് ലിസ്റ്റിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ഇത് നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള കുട്ടികളെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് മിനിമം ഓഫ് ടോട്ടൽ 4 years ഓഫ് എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ പറഞ്ഞിരിക്കുന്ന റെലവൻറ്റ് സ്പെഷ്യാലിറ്റി ഏരിയയിൽ നിങ്ങൾക്ക് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള കാര്യം പറയുന്നത്. പിന്നെ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ 200+ ബെഡഡ് ആയിട്ടുള്ള NABHO അല്ലെങ്കിൽ JCAO അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത്. ആൻഡ് NMBയുടെ ഡിസിഷൻ ലെറ്റർ നിങ്ങൾ പ്രോസസ്സിലോ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എലിജിബിൾ ആണ് ഇതിനകത്ത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എക്സാം നിങ്ങൾക്ക് IELTSഉം OETയും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സ്കോർ ഉണ്ടായിരിക്കണം. അതുപോലെ അയർലൻഡ് റിക്വയർഡ് സ്കോറും ആയിരിക്കണം. ഇപ്പോൾ ഈ മാർച്ചിൽ വരാൻ പോകുന്ന ഇന്റർവ്യൂസിന്റെ എല്ലാ സ്പെഷ്യാലിറ്റീസിന്റെയും മോക്ക് റെക്കോർഡ് സെഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് PDF മെറ്റീരിയൽസ് ഒക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് വെബ്സൈറ്റിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സസിന് പ്രൈസസിൽ ഒരുപാട് ഡിസ്കൗണ്ട്സ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ വീഡിയോസ് കാണാം, പർച്ചേസ് ചെയ്യാം. എന്തായാലും അതിൻ്റെ ഒക്കെ തന്നെ സാമ്പിൾ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കാർഡിയോളജി ആണെങ്കിലും ഓങ്കോളജി ആണെങ്കിലും ICU ആണെന്നുണ്ടെങ്കിലും തിയേറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ ആ വീഡിയോസ് ആ ഒരു മോക്ക് സെഷൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കൊരു ഫേസ് ടു ഫേസ് മോക്ക് സെഷൻ്റെ ആവശ്യം പോലും വേണ്ടി വരില്ല. കാര്യം ഒരുപാട് കുട്ടികൾ ഈ ഒരു റെക്കോർഡ് സെഷൻസും അതിൻ്റെ സ്പെസിഫിക് മെറ്റീരിയൽസും മാത്രം പഠിച്ചിട്ടാണ് ഇന്റർവ്യൂസ് പോയിട്ട് ക്രാക്ക് ചെയ്യുന്നത്. ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോസ് കാണുന്ന സമയത്ത് തറവായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ഓരോ കാൻഡിഡേറ്റ് പറയുന്ന ആൻസേഴ്സും നിങ്ങൾ കേൾക്കുക. അതിന് കൊടുക്കുന്ന ഫീഡ്ബാക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. അതനുസരിച്ച് നിങ്ങളും സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഓൺ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്ത് തിരിച്ച് കേട്ട് നോക്കുക. അതിനുശേഷം അതിന് കൂടെ തന്നിട്ടുള്ള PDF മെറ്റീരിയൽ ഈ പറഞ്ഞിരിക്കുന്ന റെലവൻറ്റ് സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ് ഉള്ളത്. അതിൽ സെനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ, വാല്യൂസ് ആൻഡ് ബിഹേവിയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും NMBI പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്ത് പ്രോപ്പറായിട്ട് പഠിച്ച് ഈ ഒരു ഇന്റർവ്യൂവിനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഫേസ് ചെയ്യാനും സാധിക്കും. എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഇമെയിൽ IDയിലോട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CVയും OET അല്ലെങ്കിൽ IELTSന്റെ സ്കോർ ഷീറ്റും NMBയുടെ ഡിസിഷൻ ലെറ്റർ റിസീവ് ആയോ അതിൻ്റെ സ്റ്റാറ്റസ് എന്താ എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. ഒട്ടും വൈകിപ്പിക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള റെലവൻറ്റ് ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിൽ വാട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിനെ പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സും ഷോർട്ട് ലിസ്റ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം.